ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെതിരെ ആരെങ്കിലും വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ മതി മനസ്സ് തകർന്നു പോകാനല്ലേ? എന്നാൽ നാട്ടുകാർ നോക്കി നിൽക്കെ പോലീസ് വീട്ടിലെത്തുന്നു. പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ, കള്ളി എന്ന് വിളിച്ച അവഹേളനം, പച്ചവെള്ളം കുടിക്കാൻ പോലും കൊടുക്കാതെയുള്ള ക്രൂരത. ഒരു സാധാരണ ദളിത് സ്ത്രീക്കാണ് പോലീസിൽ നിന്നും ഈ ദുരനുഭവങ്ങൾ ഉണ്ടായത്. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് മാല കാണാതായതിൻ്റെ പേരിലായിരുന്നു ക്രൂരമായ പീഡനം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തെങ്കിലും ആ കേസിൽ നിന്ന് തലയൂരാൻ പോലീസിന് കഴിയുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് നേരിട്ട ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിന് ഇപ്പോഴും ഉള്ളു നീറുകയാണ്. 20 മണിക്കൂറോളം പോലീസ് മാനസികമായി പീഡിപ്പിച്ചു. രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പെൺമക്കളെ 2 പേരെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും DGPക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. സംഭവം വിവാദമായതോടെ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. GD ചാർജുള്ള പോലീസുകാരെ സ്ഥലം മാറ്റാനും തീരുമാനിച്ചു. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്നെ കേട്ടത് തെറിവിളി. ഈ പ്രസन्न എന്ന് പറയുന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ടും പിന്നെ പിടിപ്പിച്ചത്. മാനസികം എന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അങ്ങറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു. അങ്ങനത്തെ ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ജോലിക്ക് പോയ ഭാര്യയ്ക്കൊപ്പം ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഭർത്താവും പകച്ചു. യൂണിഫോം ധരിക്കാതെ പരാതിക്കാരിയുടെ തന്നെ വാഹനത്തിൽ മോഷണം മുതൽ തേടി പോലീസുകാർ എത്തിയതായിരുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമുള്ള അനുഭവം പറയുമ്പോൾ ഇപ്പോഴും ബിന്ദുവിന് ഭയമാണ്. നിറത്തിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചു. ഭർത്താവിനെയോ ബന്ധുക്കളെയോ ഭക്ഷണം നൽകാൻ അനുവദിച്ചില്ല. ബന്ധുക്കളെ വിളിക്കാൻ പോലും അനുവദിക്കാതെ ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി. ഇടയ്ക്ക് പോലീസുകാർ അടിക്കാൻ വന്നു. മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. മക്കളെയൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ് അങ്ങനെ പറഞ്ഞത്. വേറെ ഒരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ മക്കളെ ഈ രാത്രി 9 തൊട്ട് രാവിലെ വരെയും എന്നെ ഈ മാനസിക മാറ്റി പീഡിപ്പിച്ച ഈ പ്രസन्न എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അതിനുശേഷം എല്ലാവരും വരുന്നുണ്ട്. ഇങ്ങനെ മോഷണ കേസിൽ പ്രതിയാണെന്ന് പറയണമെങ്കിലും എല്ലാവരും നോക്കി ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ വാക്കുകൊണ്ട് എന്നെ നോവിച്ചത് ഈ പ്രസന്ന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ മാല തിരികെ കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുമ്പോൾ ഒരു താക്കീത് കൂടി നൽകി. മേലിൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന്. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അതിലും നടപടിയുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ P ശശിയിൽ നിന്ന് അവഗണന നേരിട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും. സംഭവം വിവാദമായതിന് പിന്നാലെ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പോലീസ് രാജാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബിന്ദുവിന് കൊടുക്കുകയാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം, ഈ അനീതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും
പരിഹാരമുണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു ചെറുപ്പക്കാരനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ ന്യായീകരിക്കുന്ന CASF ഉദ്യോഗസ്ഥർ എത്രത്തോളം മനുഷ്യത്വമില്ലാത്തവരാണ്. കൊലയാളികളെ ന്യായീകരിച്ച് CASF വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്ന ശബ്ദ സന്ദേശത്തിൽ മരിച്ച ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഗുണ്ട പശ്ചാത്തലമുള്ള ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചരണം. ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെന്ന് ഐവിൻ്റെ സുഹൃത്തുക്കൾ ആരോപിച്ചു. അതേസമയം പോലീസ് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. CISF Kerala@.com എന്ന ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം പ്രചരിച്ചത്. ഐവിൻ ജിജോ നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. ഐവിനൊപ്പം 4 പേരും CISF ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുണ്ടായിരുന്നു. നിവൃത്തികെട്ടാണ് ഐവിനെ ബോണറ്റിലിരുത്തി കാർ ഓടിക്കേണ്ടി വന്നത്. ഐവിന്റെയും സംഘത്തിന്റെയും ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെ അറ്റകൈക്ക് പറ്റിപ്പോയതാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തൻ മാത്രം അതേ കടന്നു. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവൻ്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിലൊരു ഷെഫിൻ്റെ സ്ഥാനം, ഷെഫാണോന്നൊന്നും അറിയത്തില്ല, ഗുണ്ടാകൃതിയാണ് അവൻ്റെ ജോലി. സാറിന് കൊല്ലേണ്ടി വന്നതാണെന്ന ശബ്ദ സന്ദേശത്തിലെ ഉള്ളടക്കത്തിലൂടെ വ്യക്തമാകുന്നത് ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ ബോധപൂർവം കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നാണ്. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാർ അറ്റകൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേര് സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. കൊന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇവൻ തെറിച്ചു പോയി വീഴുക ചെയ്ത്, അല്ല പിന്നെ ഇടിപ്പിച്ചൊന്നുമില്ല. ഗുണ്ടാ പശ്ചാത്തലമുള്ള ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വ്യാജ പ്രചാരണവും നടക്കുന്നുണ്ട്. ശബ്ദ സന്ദേശം ഗ്രൂപ്പിൽ ചർച്ചയായതോടെ ഡിലീറ്റ് ചെയ്തു. ശബ്ദ സന്ദേശത്തിന് പിന്നിൽ CISFലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണെന്ന് ഐവിന്റെ സുഹൃത്തുക്കൾ ആരോപിച്ചു. കൊന്നതിനു ശേഷവും ഐവിനുമേൽ സൈബർ ആക്രമണം നടക്കുകയാണ്. ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഐവിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യം. അതിനിടെ ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതി വിനയ് കുമാർ ദാസ്, 2ാം പ്രതി മോഹൻ എന്നിവർക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. അങ്കമാലി കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഐവിൻ കൊല്ലപ്പെട്ടത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നത് സംബന്ധിച്ച CISF ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലേർപ്പെട്ട ഐവിനെ കാറിടിച്ച് വീഴ്ത്തി. ഗുരുതര പരിക്കുകളോടെ ബോണറ്റിൽ വീണ ഐവിനുമായി കാർ 800 മീറ്ററോളം മുന്നോട്ട് പോയി. തുടർന്ന് ബ്രേക്ക് ചെയ്ത് നിലത്ത് വീഴ്ത്തി. അതിനുശേഷം 37 മീറ്റർ ഐവിനെ തറയിലൂടെ വലിച്ചു കൊണ്ടുപോയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. കേസിൽ അറസ്റ്റിലായതോടെ CISF SI വിനയ് കുമാർ ദാസിനെയും കോൺസ്റ്റബിൾ മോഹൻകുമാറിനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്.
ന്യൂസ് 18 കൊച്ചി. പാക് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഒട്ടേറെ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ്. യൂട്യൂബിൽ മാത്രം 3.25 ലക്ഷത്തോളം ഫോളോവേഴ്സ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസം, ആഡംബര ജീവിതം, വരവിൽ കവിഞ്ഞ സ്വത്ത്, അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ജ്യോതിയുടെ ജീവിതവും യാത്രകളും. ജ്യോതി മൽഹോത്ര 3 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. യാത്രാ വിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു വന്ന യുവതി എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയത്? ഇവരുടെ യാത്രകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക ഇടപാടുകൾ, യാത്രാ വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ചതോടെയാണ് ഹരിയാന പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. വരുമാനത്തിനനുസൃതമല്ലാത്ത ആഡംബര ജീവിതശൈലിയാണ് ജ്യോതിയുടേത്. വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിൽ യാത്ര, ആഡംബര ഹോട്ടലുകളിലെ താമസം, 5 സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്കുണ്ടായിരുന്നുവെന്ന് ഹരിയാന പോലീസ് പറയുന്നു. പാകിസ്ഥാനിൽ VIP പരിഗണനയാണ് ജ്യോതിക്ക് ലഭിച്ചിരുന്നത്. ചൈനയിലും സന്ദർശനം നടത്തി. ചൈനയിലെ യാത്രക്കിടെ ജ്യോതി ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. യാത്രാ വിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജ്യോതി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയത് എന്നതുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. തുടർച്ചയായി പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാക് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നയാളാണ് ജ്യോതിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു വരികയായിരുന്നു. എവിടെയൊക്കെ യാത്ര ചെയ്തു, അവിടെ നിന്ന് എന്തൊക്കെ പകർത്തി, ആരെയൊക്കെ കണ്ടു, മറ്റ് യൂട്യൂബർമാർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പാകിസ്ഥാന് വേണ്ടി തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുക, ദൃശ്യങ്ങൾ പകർത്തി നൽകുക എന്നതായിരുന്നു പാക് രഹസ്യാന്വേഷണ വിഭാഗം വീഡിയോ ക്രിയേറ്റർമാരിൽ നിന്ന് ലക്ഷ്യമിട്ടിരുന്നത്. അതിനിടെ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര 3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലും എത്തിയതിന്റെ വിവരം ലഭിച്ചു. കേരളം സന്ദർശിച്ച ശേഷം ഫെബ്രുവരിയിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നാണ് ജ്യോതി യാത്ര ആരംഭിച്ചത്. ദൃശ്യങ്ങളിൽ വിമാനത്താവളവും വിവരണങ്ങളും പങ്കുവെക്കുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, മൂന്നാർ, ആലപ്പുഴ, കൊച്ചി, തിരുവനന്തപുരം, ഇടുക്കി അടക്കമുള്ളയിടങ്ങൾ ജ്യോതി സന്ദർശിച്ച് വീഡിയോയും ചിത്രങ്ങളും പകർത്തിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ യാത്ര വെറുമൊരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിപ്പിക്കപ്പെടുമെന്നും കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം പങ്കുവച്ച വീഡിയോയിൽ ജ്യോതി പറയുന്നുണ്ട്. ജ്യോതി മൽഹോത്ര വഴി മറ്റ് വ്ലോഗർമാരെയും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 ഡൽഹി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള കൂട്ടമരണങ്ങൾ നാട്ടിൽ പതിവായി കേൾക്കാറുണ്ട്. വീട്ടുകാരെ ഒന്നടങ്കം കൊലപ്പെടുത്തി ജീവനൊടുക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എറണാകുളം തൃപ്പൂണിത്തുറയിൽ വീടിന് തീ കൊളുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തതിന് പിന്നിലും കുടുംബ പ്രശ്നങ്ങളാണ് കാരണം. വാടക വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് നടുക്കുന്ന കാഴ്ച കണ്ടത്. വീടിന് പുറത്ത് ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. പെരിക്കോട് സ്വദേശി പ്രകാശനാണ് ജീവനൊടുക്കിയത്. കത്തി അമരുന്ന വീട്ടിൽ നിന്ന് ഇയാളുടെ മകനെ നാട്ടുകാർ ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി. സാരമായി പൊള്ളലേറ്റ മകൻ കരുൺ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുലർച്ചെ 5:30യോടെയാണ് തൃപ്പൂണിത്തുറയിലുള്ള വാടക വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പേരീക്കാട് സ്വദേശി പ്രകാശൻ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീടിന് തീ വെക്കുകയായിരുന്നു.
സംഭവ സമയത്ത് ഇയാളുടെ 16 വയസ്സുള്ള മകൻ കരുൺ വീട്ടിലുണ്ടായിരുന്നു. നാട്ടുകാർ തീയണച്ചാണ് മകനെ രക്ഷപ്പെടുത്തിയത്. വീടിനകത്തെ കട്ടിലിനും കിടക്കയ്ക്കും മറ്റും തീപിടിച്ചെങ്കിലും ഉടൻ തന്നെ അയൽക്കാരെത്തി തീയണച്ചു. സാരമായി പൊള്ളലേറ്റ കരുണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് പ്രകാശിനെ വീടിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രകാശൻ ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. കുടുംബവഴക്കാണ് ദുരന്തത്തിനു പിന്നിലെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രകാശിന്റെ ഭാര്യ രാജേശ്വരി കുറച്ചുനാളുകളായി വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.